എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹൈ ക്വാളിറ്റി കിഡിലൻ വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ പറയാം. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 96,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഇല്ലാത്ത ഒരു 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണറാണിത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മൊത്തം കാര്യങ്ങളിലേക്ക് പോകാം. ഇത് തന്നെ നമ്മൾ പറയുകയാണ്, നമ്മുടെ വണ്ടി എല്ലാം ഉള്ളത് ഡൽഹിയിലാണ്. നമ്മൾ ഡൽഹിയിലെ കാര്യങ്ങളാണ് പറയുന്നത്. ഡൽഹിയിലെ ആസ്കിങ് റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ലോൺ സൗകര്യം ലഭ്യമാണോ എന്നുള്ളത്. ഈ വണ്ടിക്ക് ലോൺ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേങ്കിൽ നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോണിൽ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം ഇവിടുന്ന് ലോണിൽ തന്നെ നമുക്ക് വാങ്ങിയെടുത്ത് തരാനായിട്ടും സാധിക്കുന്നതാണ്. അത് ആദ്യം തന്നെ ഞാനങ്ങ് പറയുവാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ ഇൻസ്പെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ പതിവ് പോലെ നമ്മൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പെയിൻറ്റ് ഓൾറെഡി ഞാനൊന്ന് ചെക്ക് ചെയ്താണ്. വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടാമത് എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ലോണിൻ്റെ കാര്യം പറഞ്ഞത് കൺഫേം ആണ്. നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ വണ്ടികൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലോണിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ലോണിൽ വാഹനങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ഫെൻഡറിലോ ഈ ഒരു ഡോറിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇതിലും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. നമ്മുടെ വണ്ടികളെല്ലാം ഡൽഹിയിലാണുള്ളത്. നിങ്ങൾ പ്രീമിയം വണ്ടികളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ചെറിയ വാഹനങ്ങളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് ടൈപ്പിലുള്ള വാഹനങ്ങളാണെങ്കിലും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ട് ഡോറും തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും കമ്പനി ഒറിജിനൽ 2019 വന്ന ഗ്ലാസുകളാണ്. യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും റീപെയിൻറ്റ് ഈ വാഹനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. 2019 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് സീറ്റുകളും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് ഇതിൽ വരിക. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കാണാം. ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തേതും ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് ഫോർച്യൂണറിൻ്റെ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശത്തിലേക്ക് വരാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഡോർപാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഇവിടെ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റീപെയിൻറ്റ് ഇല്ല എന്ന് പറയുമ്പോഴത്തേന് നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ബമ്പർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. ബമ്പർ നമ്മൾ പൊതുവെ ബോഡിയുടെ ഒരു നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്ക്രാച്ചുകൾ വീഴാനൊക്കെ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പം അതിൽ നോർമലി റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകു വശത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഡിക്കിയിലെ പെയിൻ്റ് ഒന്ന് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്ത് പോവാം. ഈ ഡിക്കിയിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ഡെൻ്റ് ഉണ്ട്. അതൊന്നും വീഡിയോയിൽ ചിലപ്പോൾ കണ്ടെന്ന് പോലും വരില്ല. അത്രയും ചെറിയൊരു ഡെൻ്റാണ്. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ട് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പം എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. പിന്നെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഇതിൻ്റെ ബൂട്ട് നമുക്ക് റിമോട്ടിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഫോർച്യൂണറിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് റിമോട്ടിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റിമോട്ടിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കിത് റിമോട്ടിൽ തന്നെ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാം. ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ പഞ്ചിങ് മാർക്കുകൾ കാണാം. ഇത് ഈ ഒരു ലൈറ്റിലേക്കുള്ള വയറിൻ്റെ പീസാണ് നമ്മൾ കാണുന്നത്. ഈ താഴെ വശത്തേക്ക് വന്നാലും അഡീഷണൽ GR-ൻ്റെ ഒരു മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റെസ്റ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. നല്ല
നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഇതിനി ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതായിരിക്കും, ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചുകളോ ഡാമേജുകളോ ഒന്നുമില്ല. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു വശത്തേക്ക് പോകാം. ഈ ഒരു വശം ഞാൻ പെട്ടെന്ന് പെയിൻറ് ചെക്ക് ചെയ്ത് വരുവാണ്. നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് ചെക്ക് ചെയ്തതാണ്. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റുകളും വന്നതല്ല. അപ്പോൾ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പീഡിൽ നോക്കി പോകുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്ഥലത്തിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തണലുണ്ട്, അത്യാവശ്യം ചൂട് തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള പെയിൻറ്റും വന്നിട്ടില്ല. ഒരു 75-85 ആ ഒരു ഗേജിലാണ് ഇവിടെ വണ്ടിയുടെ ഓൾ ബോഡിയിൽ നമുക്ക് പെയിൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ്. അപ്പോൾ ഈ ഡോറ് തുറന്ന് നമുക്ക് ഇനി ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഡോർ പാടുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണുള്ളത്. ഇനി നമ്മൾ പില്ലറിൻ്റെ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകളിലേക്ക് വരുമ്പോഴത്തേന് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴും നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. സ്വിച്ചുകളാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്ത് ഇവിടേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഫെൻഡറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഫെൻഡറിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. ബോണറ്റിലെയും പെയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്താണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം. ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റുകളും സംഭവിച്ചിട്ടില്ല. സ്ക്രാച്ചുകളോ ഡെൻറ്റുകളോ ഒന്നുമില്ല. നമുക്കൊരു 85, 96 ആ ഒരു ഗേജാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു മിററും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രില്ലുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഡാമേജുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ബോണറ്റ് തുറന്നതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ടൊയോട്ടയുടെ ബാഡ്ജിങ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾ ഒറിജിനലായിട്ടുള്ള ബോണറ്റാണ്. ഇവിടുത്തെ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഈ നട്ടുകളിലൊന്നും വർക്ക് ചെയ്തതിൻ്റെതായ യാതൊരു സിംറ്റംസും ഇല്ല. അപ്പോൾ ഈ മേളുവശത്തേക്കൊക്കെ വരുമ്പം ബോണറ്റ് ഒരു ഷോറൂമിൽ നിറക്കിയ കണ്ടീഷൻ പോലെയാണ് ശരിക്കും ബോണറ്റിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. അത്രയും ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് നമുക്കിനി വരാം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ നമുക്ക് വയറിങ്ങിൻ്റെ ഒക്കെ ഒരു ഭാഗം കാണുമ്പോൾ അറിയാം ഇവിടെ ഒന്നും അഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്രോണിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബാറ്ററി ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2024 ലാസ്റ്റിലെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഫ്രണ്ട് വശത്തിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എൻജിൻ റൂം അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് പ്രത്യേകിച്ച് വൃത്തികേടുകളായിട്ടൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വണ്ടി നമ്മളിപ്പോൾ ഒരു 6-7 കിലോമീറ്റർ ഓടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നല്ല പവർഫുൾ ആണ്. 2 മോഡലും നമ്മൾ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. എക്കോ മോഡലും പവർ മോഡലും ഓടിച്ചു നോക്കി. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡിലൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. റീസെന്റ് ആയിട്ട് സർവീസ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിലും വണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. അപ്പോൾ ഈ വാഹനത്തിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും നല്ല അത്യാവശ്യം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റുകളും നമുക്ക് ഈ വാഹനത്തിൽ പറയാനില്ല. ഇൻറ്റീരിയറൊക്കെ അതുപോലെ വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലൊന്നും വലിയ ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. നോർമലി സ്റ്റിയറിങ്ങിലൊക്കെ ഒരുപാട് പൊട്ടൽ വീഴുന്നതാണ്, അതൊന്നും വന്നിട്ടില്ല. സ്വിച്ചുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്.
സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ സീറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. രണ്ട് സൈഡ് സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സെൻട്രൽ കൺസോളിൻ്റെ ഇവിടെ ഒരു ശകലം കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട്. എന്തോ വീണിട്ട് പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ താഴ്വശം നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് അങ്ങേ സൈഡിലത്തെ സീറ്റും നമുക്ക് കോ ഡ്രൈവർ സീറ്റും നമുക്ക് ഇതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴത്തേന് വളരെ വൃത്തിയിൽ തന്നെ അതും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും അതിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ബ്രിഡ് സ്റ്റോണിൻ്റെ ഒരു 70-75% മാത്രമുള്ള 4 ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനിയും നമുക്ക് ഏകദേശം ഒരു 60-70% മാത്രമുള്ള ഒരു ടയറാണ് നമുക്ക് സ്റ്റെപ്പിനിയിലും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓൾ അറൗണ്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരും നമ്മളെ ആദ്യമായിട്ട് ഫോളോ ചെയ്യുന്നവരോടായിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് പലപ്പോഴും ഒരുപാട് കോൾസ് വരും. ഈ കോൾസ് എല്ലാം വന്നിട്ട് പറയുന്നത് 19 വണ്ടി നാട്ടിൽ നമുക്ക് ഒരു 18 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ ഇതിന് ഇത്ര വില എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങളൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, കളിയാക്കുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് പലപ്പോഴും നമുക്ക് വിഷമം തോന്നാറുണ്ട്. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രം തപ്പിയെടുത്ത് വീഡിയോ ചെയ്യുകയും അത്രയും കഷ്ടപ്പെട്ട് അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികളെ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കൊടുക്കുന്ന സാധനത്തിൽ ഞാൻ 100% ഗ്യാരണ്ടിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ടാക്സി ഓടുന്ന വണ്ടികൾ ഞാൻ ഇവിടുന്ന് എടുത്ത് കൊടുക്കുന്നില്ല, ടോട്ടൽ ലോസ് ആയ വണ്ടികൾ എടുത്ത് കൊടുക്കുന്നില്ല, പ്രോപ്പർ സർവീസ് ഇല്ലാത്ത വണ്ടികൾ കൊടുക്കുന്നില്ല, 4th ഓണറോ 5th ഓണറോ ആയിട്ടുള്ള വണ്ടികളോ ഒന്നും തന്നെ നമ്മൾ എടുത്ത് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഉള്ള വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് നിസ്സാര വിലയ്ക്ക് ഇവിടുന്ന് എടുത്ത് തരാം. പക്ഷെങ്കിൽ അതിന് നിങ്ങൾ സർവീസ് റെക്കോർഡ്സ് ചോദിക്കരുത്, ക്വാളിറ്റി ചോദിക്കരുത്, വണ്ടിയുടെ വില മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയും. അപ്പോൾ ഈ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം ഡൽഹിയിൽ നിന്നും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങി നിങ്ങൾക്ക് പേഴ്സണൽ യൂസിന്, അതായത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം നമ്മളെ വിളിക്കുന്ന വണ്ടി എടുത്തിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉള്ള വണ്ടികളൊന്നും എൻ്റെ കയ്യിൽ വരത്തില്ല. കാരണം നിങ്ങളൊരു പേഴ്സണൽ യൂസറാണ്, നിങ്ങളുടെ ഒരു ഫാമിലി പർപ്പസിന് നിങ്ങളൊരു നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക. ഈ വണ്ടി നല്ല കിടിലം വണ്ടിയാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്തി ഓണാക്കി വെക്കുക. അതുപോലെ നമ്മളിങ്ങനെ ഈ വീഡിയോ ചെയ്യുന്ന വണ്ടികൾ മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെ പൊതുവേ ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഈ എന്താ പറയുക, നമ്മുടെ ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ വണ്ടികൾ നോക്കാൻ പോയി എടുത്ത് നമ്മൾ മിക്കവാറും വണ്ടികൾ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തൊക്കെ എടുത്തു വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ രാത്രിയാവും അല്ലെങ്കിൽ സന്ധ്യയാവും. ആ സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശമൊന്നും കിട്ടത്തില്ല. അതാണ് മെയിൻ ഒരു റീസൺ. പലപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ, 8 ദിവസമായാലോ 10 ദിവസമായാലോ എന്നൊക്കെ. നമ്മൾ എടുക്കുന്ന എല്ലാ വണ്ടികളുടെയും വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് അതിനുള്ള സമയം കിട്ടത്തില്ല. നമ്മൾ വണ്ടികൾ നോക്കാൻ പോകണം, നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യണം, അത് നാട്ടിലേക്ക് കയറ്റി വിടാനായിട്ട് പോകണം, ഇടയ്ക്ക് വണ്ടികൾ നമ്മൾ ബൈ റോഡ് നാട്ടിൽ കൊണ്ട് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുള്ള സമയത്തിന് ഇടയ്ക്ക് നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇവിടെ തുടക്കത്തിൽ ലോണിന്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഡൽഹിയിൽ നിന്ന് ലോണുകൾ ചെയ്യാനായിട്ട് പറ്റും. ഡൽഹിയിലെ വണ്ടികൾക്ക് ഇവിടെ വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നാട്ടിലത്തെ ബാങ്കുകളിൽ നിന്ന് ലോൺ ചെയ്യാനായിട്ട് പറ്റും. ICICI, HDFC, ഫെഡറൽ ബാങ്ക് അങ്ങനെയുള്ള നല്ല ബാങ്കുകളിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ ലോക്കൽ ഫിനാൻസ് കമ്പനികളിൽ നിന്നല്ല നമ്മൾ ലോൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലോൺ കിട്ടും. അത് എല്ലാ വണ്ടികൾക്കും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വാഹനങ്ങൾ നമ്മൾ ഗ്രൂപ്പിലും മെൻഷൻ ചെയ്തിടാറുണ്ട്, വീഡിയോയിലും പ്രത്യേകം പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും, അതായത് നമ്മൾ പോയി ചെക്ക് ചെയ്ത് നല്ല ക്ലീൻ വണ്ടിയാണെന്ന് ഉറപ്പ് വരുത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ആദ്യം നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിലാണ് വരിക. അപ്പോൾ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ റെഗുലറി നമ്മൾ എല്ലാ ദിവസവും 5-10 വണ്ടികളുടെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും ഇടത്തില്ല. കാരണം അത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം. നമുക്ക് കൺഫേം ആയിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ അതിൽ ഇടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറയുമോ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നുകൂടെ പറയുവാണ്. 2019 മാനുഫാക്ചറിങ്, 19 ലാസ്റ്റ് രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പിൽ 96,000 കിലോമീറ്റേഴ്സ് വിത്ത് കമ്പനി സർവീസ് റെക്കോർഡ്സ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെന്റോ റീപെയിന്റോ ഇല്ലാത്ത ഒരു കിഡിലൻ 4x2 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള വാഹനമാണ്. ഇതിന്റെ ഫുൾ കവർ ഇൻഷുറൻസ്
വാലിഡ് ആണ്. 70, 80 ആ ഒരു റേഞ്ചിൽ നമുക്ക് ടയർ കണ്ടീഷൻ കിട്ടുന്നുണ്ട്. ഇതിന്റെ 2 കീയും നമുക്ക് റിമോട്ട് കീകളും അവൈലബിൾ ആണ്. അപ്പൊ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 23,90,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഉണ്ടാകും. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ബെൻസോ, BMW, ഓഡിയോ അല്ലെങ്കിൽ ഫോർച്യൂണർ അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഏത് വേരിയന്റിലുള്ള വാഹനവും ഏത് സെഗ്മെന്റിലുള്ള വാഹനം, ചെറിയ വണ്ടികൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള വണ്ടികൾ നോക്കിയെടുത്ത് തരുവാണ് ചെയ്യുന്നത്. നമ്മൾ റെഡി സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചിട്ടിട്ട് മറച്ചു വയ്ക്കുന്ന ഒരാളല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുവാണ്. നിങ്ങളുടെ ഓർഡർ അനുസരിച്ചിട്ട് ഞാൻ വണ്ടികൾ പോയി നോക്കിയെടുത്ത് അതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി നമ്മൾ സ്കാനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് നമ്മൾ എല്ലാ വാഹനങ്ങളും എടുത്തു തരുന്നത്. അപ്പോൾ അതുപോലെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടികളും പോയി നോക്കി എടുത്തു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി വാഹനം നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ ഇതൊരു കിടിലൻ വണ്ടിയാണ്. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിച്ചോളൂ. അപ്പോൾ ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം. ബൈ.